ഹലോ എവ്രി വൺ, എല്ലാവർക്കും സുഖമാണോ? എനിക്കിവിടെ സുഖാട്ടോ. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അബുദാബീൻ്റെ ഗ്ലോബൽ വില്ലേജിലോട്ടാണ്, അതായത് ഷെയ്ഖ് സായദ് ഫെസ്റ്റിവൽ. ഞങ്ങൾ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ ഇത്തവണ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നും കൊണ്ടല്ല, ഇത്തവണ നമ്മൾ വീക്ക് ഡേയിലാണ് വന്നത്. അപ്പോൾ വീക്ക് ഡേ ആകുമ്പോൾ വലിയ തിരക്കുണ്ടാവില്ലല്ലോ. ഗ്ലോബൽ വില്ലേജിലാണെങ്കിൽ വീക്ക് ഡേയിലും നല്ല തിരക്കായിരിക്കും, പക്ഷേ ഇവിടെ വലിയ തിരക്കുണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അതുമല്ല, എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്, അപ്പോൾ അവരും കൂടെ ഉള്ളപ്പോൾ കുറച്ച് നമ്മുടെ മൊമെൻറ്റ്സൊക്കെ വീഡിയോ എടുത്ത് പിന്നെ കാണാൻ നല്ല രസമല്ലേ. ഞാൻ എപ്പോഴും പല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് കാണുമ്പോൾ ചിന്തിക്കും, ഇത് അവർക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ കാണുമ്പോൾ എന്ത് രസമായിരിക്കുമല്ലോ, അവർ അന്ന് എന്തൊക്കെയാണ് ചെയ്തത്, എങ്ങനെയൊക്കെയായിരുന്നു എന്നൊക്കെ. ആ ഒരു തോട്ടിൽ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കാൻ ആലോചിച്ചത്. ഈ മൊമെൻറ്റ്സൊക്കെ നമുക്ക് പിന്നെയും കുറേ കാലം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കില്ലേ. എനിവേസ്, അപ്പോൾ ഇതാണ് കേട്ടോ ഷെയ്ഖ് സായദ് ഫെസ്റ്റിവലിൻ്റെ എൻട്രൻസ്. ആക്ച്വലി കയറി വരുമ്പോൾ 2 എൻട്രൻസ് ആണ്, ലേഡീസിന് സെപ്പറേറ്റ് എൻട്രൻസും ജെൻസിന് സെപ്പറേറ്റ് എൻട്രൻസും. ഇത് പിന്നെ നമ്മൾ നാഷണൽ ഡേൻ്റെ ആ ഒരു ഡേയ്സിൻ്റെ അടുപ്പിച്ച് പോയതുകൊണ്ട് തന്നെ നല്ല ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല ഭംഗിയാണ് ഇവിടെ. പക്ഷേ വീക്ക് ഡേയിലായതുകൊണ്ട് തന്നെ തീരെ തിരക്ക് കുറവായിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുക്കാനൊക്കെ എനിക്ക് നല്ല സൗകര്യമായിരുന്നു. പിന്നെ ഇവിടെ എക്സാക്ട്ലി ഗ്ലോബൽ വില്ലേജ് പോലെയല്ല, ഇവർ കുറച്ചുകൂടെ ഇവരുടെ കൾച്ചറിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള കുറേ പെവിലിയൻസൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കയറി പോകുന്നത് അബുദാബി കൾച്ചർ എന്ന് പറഞ്ഞൊരു പെവിലിയനാണ്. ഇവിടെ ബേസിക്കലി അവരുടെ ഇത് കണ്ടോ, ഫാൽക്കൺ, ഇത് ഇവരുടെ ഒരു മെയിൻ ആളാണല്ലോ, അപ്പോൾ നമുക്ക് കയ്യിലൊക്കെ പിടിക്കാൻ പറ്റും ഫാൽക്കനെ. അതുകൂടാതെ അവരുടെ കൾച്ചറായിട്ട് അസോസിയേറ്റ് ചെയ്ത് പണ്ട് കാലങ്ങളിൽ ഇവരെന്തൊക്കെ ചെയ്തു, എങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ ഡെപിക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. അത് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. ഇൻഫാക്റ്റ് അവർ നന്നായിട്ട് എക്സ്പ്ലെയിനും ചെയ്തു തരും നമ്മൾ ചോദിക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മളിപ്പോൾ നെക്സ്റ്റ് എൻ്റർ ചെയ്യുന്ന സെക്ഷൻ എന്ന് പറയുന്നത് അവരുടെ പണ്ട് കാലങ്ങളിൽ അവർ കളിച്ചിരുന്ന ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ പണ്ട് കളിച്ചിട്ടുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാനും വേഗം പോയി കളിച്ചു. അപ്പോൾ ഞാൻ കളിക്കുന്ന കണ്ടപ്പോൾ അമ്മയും കളിച്ചു. ഈ കളിക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് പറയണേ, എനിക്കിതിൻ്റെ പേര് മറന്നുപോയി ആക്ച്വലി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ആ പവിലിയൻ റെപ്രസെൻറ്റ് ചെയ്ത ഈ പുള്ളി, ഇത് ഇവിടുത്തെ ലോക്കലായിട്ടാണ്. പുള്ളി നമുക്ക് എല്ലാ കളികളും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. മിക്കതും നമുക്ക് പരിചയമുള്ളതൊക്കെ തന്നെയാണ്. ഇത് പുള്ളി പറയണത് ഇത് അവരെ ഹോസായിട്ട് കൺസിഡർ ചെയ്തിട്ട് അവർ ഇതിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഓടുന്നൊക്കെയാണ്. അതുപോലെ അവരുടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നു. പലതും നമുക്ക് പരിചയമുള്ളതാണ്, എസ്പെഷ്യലി ഇന്ത്യൻസിനും കേരളൈറ്റ്സിനൊക്കെ നമ്മൾ പണ്ട് കളിച്ചിട്ടുള്ള കളികളൊക്കെയാണ്. പിന്നെ ഇത് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എനിക്ക് ഇത് ആക്ച്വലി നമ്മൾ കളിക്കുന്ന ആ ഒരു കളി തന്നെയാണ്. അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല നമ്മളെന്താ വിളിക്കുക എന്നുള്ളത്. പക്ഷേ ഇതിന് സെൻറ്ററിൽ 2 ലൈനില്ല, അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ട്രിക്കിയാണ്. പക്ഷേ രണ്ടും കൽപ്പിച്ച് ഞാനങ്ങ് കളിക്കാൻ ഇറങ്ങി. പിന്നെ അയാളൊരു പാവം മനുഷ്യനായതുകൊണ്ടും ഞാൻ ആദ്യമായിട്ട് കളിക്കുന്നത് കൊണ്ടും എന്നെ പുള്ളി ജയിപ്പിച്ചു എന്ന് വേണം പറയാൻ. അതിനുശേഷം പിന്നെ ഞങ്ങൾ അവിടെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ വലുതായിട്ട് ഈ ഏരിയയിലൊന്നും നമ്മൾ ഷോപ്പിംഗ് ചെയ്യാനൊന്നുമില്ല, കാരണം കുറച്ച് എക്സ്പെൻസീവായിട്ട് തോന്നി. പിന്നെ അവിടുത്തെ ആ ഫസ്റ്റ് പവിലിയനിൽ തന്നെ കണ്ട കുറച്ച് അവരുടെ സ്നാക്സും, ഇത് സമൂസയാണ് പക്ഷേ വേറെ ഫില്ലിംഗ് ആണ്. പിന്നെ മറ്റേ സാധനത്തിൻ്റെ പേരും, ഇത് കുറച്ച് ദിവസമായി വീഡിയോ എടുത്തിട്ട് അതുകൊണ്ട് എനിക്ക് എൻ്റെ പേര് ഓർക്കണില്ല. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ട്രൈ ചെയ്ത്, കുഴപ്പമില്ല, വലിയ അടിപൊളി എന്നൊന്നും പറയാനില്ല, പക്ഷേ കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത്. ഇത് വൈൻ ലീവ്സ് വെച്ചിട്ട് ഉള്ളൊരു ഫുഡാണ്, എനിക്കിത് വലിയ താല്പര്യമുള്ളതല്ല. അങ്ങനെ നമ്മൾ കുറേ ഫുഡും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് പിന്നെ നമ്മളിങ്ങനെ പല പല പവീലിയൻസൊക്കെ കയറി അങ്ങനെ നമ്മൾ മൊത്തം കാഴ്ചകളൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് വിൻഡോ ഷോപ്പിംഗ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരു പെർട്ടിക്കുലർ ഏരിയ എത്തിയപ്പോൾ ഭയങ്കര നല്ല മണം. അതെന്താണെന്ന് നോക്കി പോയതാണ്, ഫൈനലി വാങ്ങിച്ചു. നല്ലൊരു റൂം ഫ്രഷ്നറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ സ്മെൽസ് ഉണ്ട് അവിടെ. അത് ബേസിക്കലി നമ്മൾ ഈ ചാർക്കോളിൽ വെച്ചിട്ട് അത് ബേൺ ചെയ്തിട്ട് അതിനെന്തൊരു പേരുണ്ട്, അതും ഞാൻ ഓർക്കണില്ല. ഇത് കുറേ ദിവസമായി ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ബേസിക്കലി അത് പെർഫ്യൂംസ് ആണ്, ഈ അറബിക് പെർഫ്യൂംസ് ആണ്. പക്ഷെ നല്ല സ്മെല്ല്. എനിക്ക് യൂഷ്വലി സ്ട്രോങ് സ്മെൽസ് ഒന്നും പറ്റത്തില്ല, പെട്ടെന്ന് തലവേദന എടുക്കും. പക്ഷേ ഇത് അടിപൊളിയായിരുന്നു, അതുകൊണ്ട് അത് വാങ്ങിച്ചു.
പിന്നെ നമ്മളിങ്ങനെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന എല്ലാ പെവിലിയൻസും എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു. ആക്ച്വലി കുറേ പെവിലിയൻസ് ഉണ്ട്, പക്ഷേ പറ്റുന്ന അത്രയും പെവിലിയൻസിലൊക്കെ നമ്മൾ കയറി. ആദ്യം കണ്ട പെവിലിയൻസിലൊക്കെ, ബിക്കോസ് ആഫ്റ്റർ എ പോയിൻറ്റ് നമുക്ക് എന്തായാലും ടയർഡാകും, ഇഷ്ടംപോലെ നടക്കാനുണ്ട്. അപ്പോൾ ചില പെവിലിയൻസിലൊക്കെ പോകുമ്പോൾ അവർ നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാനൊക്കെ തരും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ നമ്മളത് മേടിക്കും. അപ്പോൾ ഈ കുനാഫ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, ടു ബി വെരി ഫ്രാങ്ക്. ഇതിലും നല്ല കുനാഫാസ് നമ്മൾ UAE കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇത് നമ്മൾ മേടിച്ചില്ല. പിന്നെ ഈ പുള്ളി, എൻ്റെ ദൈവമേ, ഈ പുള്ളി നമ്മളെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ടേ വിടും എന്നുള്ള രീതിയിൽ ഓരോ ഫ്ലേവേഴ്സ് ഇങ്ങനെ തന്ന് ഇത് ബേസിക്കലി നമ്മൾ ഈ കുബൂസിലും ബ്രെഡിലും ചപ്പാത്തിയിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു സ്പ്രെഡാണ്. നല്ല ടേസ്റ്റാണ്, അല്ലെന്ന് പറയില്ല. പക്ഷേ ഒരു പീസ് കഴിക്കുന്നതും ഒരു ഫുൾ ബോട്ടിൽ വാങ്ങിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് ഇത് വാങ്ങിയ ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഇറ്റ് സ്റ്റിൽ ഗുഡ്. നല്ലൊരു ഹമ്മസിൻ്റെ ഫ്ലേവറാണ് ഞാൻ വാങ്ങിച്ചത്. അതാകുമ്പോൾ സേഫാണല്ലോ. പക്ഷേ ഒരുപാട് കഴിക്കുമ്പോൾ നമുക്കത്ര ഇഷ്ടപ്പെടുന്നില്ല. ബട്ട് വേണമെങ്കിൽ വല്ലപ്പോഴും കുബൂസിൻ്റെ ഇടയിലൊക്കെ വെച്ച് കഴിക്കാൻ നല്ലതായിരുന്നു. സോ ഇതാണ് കേട്ടോ സാധനം. പല പല ഫ്ലേവേഴ്സിൽ ഞാൻ ഹമ്മസാണ് മേടിച്ചത്. പിന്നെ നമ്മൾ പല സാധനങ്ങളും ട്രൈ ചെയ്തു, പല സ്ഥലത്തുനിന്നും വാങ്ങിച്ചു. ചിലതൊക്കെ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നതേ അല്ല, അവരുടെ ആ ഒരു ടാലൻറ്റ്, ഒരു സാധനം നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കാനുള്ളൊരു ടാലൻറ്റ് കണ്ട് അതിൽ വീണ് പോകുന്നതാണ്. അതിനുശേഷം പിന്നെ നമ്മൾ ചില പെവിലിയൻസിലൊക്കെ കയറി. ഇതിൻ്റെ പകുതി പോലും നമ്മൾ കണ്ടു തീർത്തിട്ടില്ല ഫൈനലി. പക്ഷെ എന്നാലും ചില പെവിലിയൻസിലൊക്കെ പോയി. പിന്നെ ചിലതൊക്കെ ഭയങ്കര പ്രൈസിയാണ്, ഒട്ടും ബാർഗെയിനിങ് നടക്കില്ല. പിന്നെ ഇത് അവരുടെ എന്തോ ഒരു ആക്ടിവിറ്റി ആയിരുന്നു. അവരുടെ ലേഡീസും ജെൻസും ഒക്കെ കൂടി ഒരു പാട്ട് പാടുന്ന പരിപാടിയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ചില പവിലിയൻസിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി. അങ്ങനെ കുറേ നടന്നു കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് പിന്നെ ഒരു 5 മിനിറ്റ് റെസ്റ്റൊക്കെ എടുത്തു. അത്രയും നടക്കാനുണ്ട് കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ ദൂരെ ചൈന, മൊറോക്കോ ഒക്കെ കണ്ടത്. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ നേരെ ചൈനയിലോട്ട് വിടാം. തൊട്ടടുത്ത ടർക്കി, മൊറോക്കോ ഉണ്ടെങ്കിലും നമ്മളവിടെ പോയില്ല. നമ്മൾ നേരെ പോയത് ചൈനയിലോട്ടാണ്. ചൈന കയറുമ്പോൾ തന്നെ കാണാൻ നല്ലൊരു വെറൈറ്റി പെവിലിയനായിരുന്നു. അവരുടെ ആ ഒരു ഡെക്കറേഷൻസൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഇവിടെ കൂടുതലും ക്ലോത്ത്സ് ഒക്കെ ഉണ്ട്, പക്ഷേ കുറച്ച് പ്രൈസി ആയിരുന്നു. എനിക്കിതിൽ ആ റെഡും ബ്ലാക്കും ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ സൈസിൽ കിട്ടുമായിരുന്നെങ്കിൽ വാങ്ങാമെന്നവർ ചിന്തിച്ചു. പക്ഷേ പ്രൈസ് ചോദിച്ചപ്പോൾ എത്രയാണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ലെങ്കിലും അന്ന് ദൈവം ഇതിന് ഇത്രയും പ്രൈസോ എന്നൊക്കെ ചിന്തിച്ചു. പിന്നെ സർപ്രൈസിങ് ആയിട്ട് ചൈന പെവിലിയനിൽ നമ്മളൊരു മലയാളി ചേട്ടൻ്റെ ഷോപ്പ് കണ്ടുപിടിച്ചു. ആക്ച്വലി മലയാളി ആയതുകൊണ്ട് മാത്രം കയറിയതാണ്. പക്ഷേ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു കേട്ടോ, കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സൊക്കെ. കാരണം പുള്ളി 100% ഗ്യാരൻറ്റി ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്നൊരു CC ക്രീം പോലത്തെ ഒരു ക്രീമും പിന്നെ ഒരു ലിപ്സ്റ്റിക്കും അങ്ങനെ 1-2 അല്ലാതെ ചില സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ആക്ച്വലി പറഞ്ഞു വരുമ്പോൾ ഞങ്ങളുടെ നാട്ടുകാരനാണ്, അതുകൊണ്ടാണ് കേട്ടോ മെയിനായിട്ട് വാങ്ങിച്ചത്. ഈ അച്ഛനും എൻ്റെ ഹസ്ബൻഡിനൊക്കെ, അഭിയേട്ടനൊക്കെ ഇതിനകത്തേക്ക് കയറാൻ വലിയ താല്പര്യമില്ല. പക്ഷേ നാട്ടുകാരനെന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ നേരെ കയറി വന്ന് പരിചയമൊക്കെ അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇനി ഇതൊക്കെ നല്ലതാണെങ്കിൽ ഒന്നുകൂടി തിരിച്ച് വരും എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അതിനുശേഷം പിന്നെ ഈ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ ഷോ ഓഫ് ചെയ്യാൻ വേണ്ടി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന്, വെറും ഷോ മൈൻഡ് ചെയ്യണ്ട, അങ്ങനെ കുറച്ച് അതുവഴിയൊക്കെ നടന്ന് വെറുതെ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ബാക്കി കാഴ്ചകളിലോട്ട് നമ്മൾ നീങ്ങി. അത്രയും നേരം നടന്നിട്ട് അച്ഛനും അഭിയേട്ടനും ഇൻട്രസ്റ്റ് തോന്നിയ ഒരു ഏരിയയാണ് ഇത്. ഇതെന്ന് വെച്ചാൽ പഴയ വണ്ടികളുടെയൊക്കെ മോഡിഫിക്കേഷൻസൊക്കെ നടത്തുന്ന ഒരു ഏരിയയാണ്. എനിക്ക് അമ്മയ്ക്ക് അവിടെ വലുതായിട്ട് അധികം നിൽക്കാൻ താല്പര്യമൊന്നും കണ്ടില്ല. പക്ഷേ അഭിയേട്ടനും അച്ഛനും എസ്പെഷ്യലി അഭിയേട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. അങ്ങനെ അതും കണ്ട് പിന്നെ ഈ ഏരിയ എന്ന് പറയുമ്പോൾ ഗ്ലോബൽ വില്ലേജൊക്കെ പോലെ തന്നെ ഈ റൈഡ്സും പിന്നെ കുട്ടികൾക്കുള്ള ഗെയിംസും വലിയ ആൾക്കാർക്കുള്ള ഗെയിംസും ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ്. പക്ഷേ വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ പല സ്റ്റോൾസും ക്ലോസ്ഡ് ആയിരുന്നു. കാരണം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ വലിയ തിരക്കില്ല ഇവിടെ. അപ്പോൾ അതുവഴി നമ്മൾ വെറുതെ ഒന്ന് പോയി കണ്ടതേ ഉള്ളൂ. ഒന്നിലും കയറാനൊന്നും നിന്നില്ല, കാരണം വലിയ തിരക്കുമില്ല. പിന്നെ ആർക്കും അങ്ങനെ ഒരു റൈഡിൽ കയറാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അതുവഴിയൊക്കെ വെറുതെ കണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ചില റൈഡ്സൊക്കെ കാണുമ്പോൾ കണ്ടാൽ തന്നെ ഒരു നെഞ്ചിനകത്തൊരു വിങ്ങലാണ്. ഈ റൈഡൊക്കെ കാണുമ്പോഴേ മുകളിലുള്ള തലകുത്തി നിൽക്കുന്നതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഒരു ടെൻഷനാണ്.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടുന്ന് അടുത്ത് ഫുഡ് അടിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ ഫുഡ് കഴിക്കാനുള്ളൊരു സ്ഥലം നോക്കി നടക്കായിരുന്നു. അപ്പോൾ അവിടെ ഒരു പോണീനെ കണ്ടു. പോണീന്നാണെങ്കിലും ഇതൊരു പോണിയല്ലല്ലോ, ഇതൊരു വലിയ കുതിരയല്ലേ. എന്തായാലും അതിനെയും കണ്ട് പിന്നെ നമ്മൾ ഫുഡ് തപ്പിയാണ് അടുത്ത സ്ഥലത്തോട്ട് പോയത്. അങ്ങനെ അവസാനം നമ്മൾ അന്വേഷിച്ച സ്ഥലം കണ്ടുപിടിച്ചു. ഇത് ഫ്ലോട്ടിംഗ് മാർക്കറ്റാട്ടോ. ഗ്ലോബൽ വില്ലേജിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത് ഇവിടെ ആൾക്കാർക്ക് വലിയ പരിചയം ഇല്ലാത്തതുകൊണ്ടാട്ടോ. ഇങ്ങനൊരു സംഭവം ഉള്ളത് പോലും ചിലപ്പോൾ ദുബായിലൊക്കെ ഉള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ നമ്മളെ കേരളത്തിലുള്ള ആൾക്കാർക്കൊന്നും അറിയുന്ന പോലും ഉണ്ടാവില്ല. അതുകൊണ്ടാട്ടോ ഞാൻ എപ്പോഴും ഗ്ലോബൽ വില്ലേജിൻ്റെ റെഫറൻസ് പറയുന്നത്. സോ അത് ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. അപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് ഫിലിപ്പിനോ അല്ലെങ്കിൽ തായ്, കൊറിയൻ ഇങ്ങനത്തെ കുറേ ഫുഡ് ഒക്കെ കിട്ടും. ഞാൻ എപ്പോൾ പോയാലും കഴിക്കുന്ന ഒരു സാധനമാണ് മാംഗോ സ്റ്റിക്കി റൈസ്. അപ്പോൾ ആക്ച്വലി നമ്മൾ അവിടെ വരെ എത്തിയിട്ട് പെട്ടെന്നൊരു ഡീവിയേഷൻ എടുത്തതാണ്. അതുകൊണ്ടാണ് അതവിടെ വെച്ച് നിന്ന് പോയത്. അത് കഴിഞ്ഞ് അഗൈൻ പാകിസ്ഥാൻ പവീലിയനിൽ ആഫ്രിക്കൻ ഡാൻസ്. അത് എന്താണെന്ന് എനിക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആയി അവിടെ നിന്ന്. പക്ഷെ ഭയങ്കര അടിപൊളി ഡാൻസായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. ഇത് ഫുള്ള് ഞാൻ കണ്ടു. പക്ഷേ ഇവിടെ ഞാൻ അത്ര ഇട്ട് ബോറടിക്കേണ്ടെന്ന് വിചാരിച്ചതാണെങ്കിലും കുറച്ച് ഞാൻ വെച്ചു കേട്ടോ. ഇത് ഭാവിയിൽ എനിക്ക് തന്നെ കാണാനുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് മൊത്തത്തിൽ വെച്ചിട്ടില്ല, കുറച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല രസമായിട്ട് അവർ കളിച്ചു. എൻ്റെ ആക്ച്വൽ മ്യൂസിക് ഭയങ്കര രസമാണ് കേൾക്കാൻ. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും നമ്മൾ നേരത്തെ നിർത്തി വെച്ച് അതേ സ്ഥലത്തോട്ട് വന്നു. മാംഗോ സ്റ്റിക്കി റൈസ് മാത്രമല്ല, ഡിന്നറായിട്ടും കൂടി എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വെച്ചിട്ടാണ് വന്നത്. പക്ഷേ സാധാരണ നമ്മൾ ലാസ്റ്റിൽ കഴിക്കുന്ന ഡെസേർട്ട് തന്നെ തുടങ്ങാമെന്ന് വെച്ചു. കാരണം മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ചാൽ എനിക്ക് ഒരു ഗ്ലോബൽ വില്ലേജും ഷേഖ് സായദ് ഫെസ്റ്റിവലൊക്കെ ഒന്നും പോയതിൻ്റെ ഒരു ഫീൽ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ഞാൻ എപ്പോഴും കഴിക്കുന്നതാണ്. അപ്പോൾ അച്ഛനും അമ്മയും ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഇത്രയും ഫേവറേറ്റ് സാധനം ഇഷ്ടമല്ല എന്നവരൊരിക്കലും പറയില്ല. പക്ഷേ ഇഷ്ടപ്പെട്ടു കേട്ടോ, ജനുവൻലി ഇഷ്ടപ്പെട്ടു. ഗ്ലോബൽ വില്ലേജിൽ ആക്ച്വലി ഇതിലും നല്ല ടേസ്റ്റാണ്. കാരണം അവിടെ കുറച്ചുകൂടി ക്രീമിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ഒട്ടും മോശമല്ലായിരുന്നു, ഇറ്റ് വാസ് ഗുഡ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സാധാരണ അവിടെ പോയാൽ നമുക്ക് ഇന്ന സ്പോട്ടിൽ നിന്ന് സാധനം കഴിക്കും നമുക്കറിയാം. ഇവിടെ പിന്നെ നമ്മൾ ട്രൈ ചെയ്തു. പിന്നെ അച്ഛന് പ്രോപ്പറായിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നുള്ളതുകൊണ്ട് അവിടെ പ്രോപ്പറായിട്ടുള്ളൊരു കേരള റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, പച്ചമാങ്ങ. ആ ഒരൊറ്റ റെസ്റ്റോറൻറ്റേ ഉള്ളൂ നമുക്കൊരു പ്രോപ്പർ ഒരു ഡിന്നർ മീൽ കഴിക്കാൻ. അതുകൊണ്ട് നമ്മളവിടുന്ന് ബിരിയാണിയും പിന്നെ നൂഡിൽസും പിന്നെ അബിയേട്ടന് എന്തോ ഒരു സാധനം വാങ്ങിച്ചു, അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിച്ച് അപ്പോഴത്തേക്കും നമ്മൾ ടയർഡായി. പിന്നെ ഈ ഫുഡ് പ്രോപ്പറായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നടക്കാനുള്ളൊരു ആംബിയർ ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ നമ്മളിനി ഇനി ഒരു തവണ കൂടി വന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഈ ബ്യൂട്ടിഫുൾ ഫൗണ്ടൻ എന്നാണോ ഇതിനെ വിളിക്കുക, ഈ ഒരു വാട്ടർ ബോഡീൻ്റെ അടുത്ത് നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അന്നത്തെ ഡേ വൈൻഡപ്പ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫൗണ്ടൻ അറേഞ്ച്മെൻറ്റാണ്, നല്ല ഭംഗിയാണ്. അപ്പോൾ അവിടെ നിന്നും കൂടി ഫോട്ടോ എടുത്ത് വിഷമം എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഷോപ്പിംഗ് ചെയ്യാത്തതിൻ്റെ വിഷമം കേട്ടോ. അപ്പോൾ വിഷമത്തോടെ നമ്മൾ അവിടെ നിന്ന് പതിയെ ഇറങ്ങി. ഞാൻ സാധനം കാണിച്ചു തരട്ടെ, അബിയേട്ടൻ്റെ പേര് എഴുതിയിട്ടുണ്ട് ഇവിടെ. കാണിച്ചു തരട്ടെ എവിടെയാന്ന് പേരത് അവിടെ എഴുതിച്ച് കടയിൽ. അബിയേട്ടൻ്റെ പേരല്ലേ, അൽ മണ്ടൂസ്. അതെ, ഒരുപാട് കളിച്ച് കഴിഞ്ഞാൽ നേരെ പിടിച്ചിട്ട്
ആടെ അഡ്മിറ്റ് ചെയ്യും. എവിടാ അത്? അത് വായിച്ചു മതിയായി. അങ്ങനെ ആ കോമഡി പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് ഏകദേശം 11 മണി ആയായിരുന്നു. ആക്ച്വലി സത്യം പറഞ്ഞാൽ ആ സമയത്താണ് പല ആൾക്കാരും കയറി പോകുന്നൊക്കെ ഉണ്ടായിരുന്നു, ഈ ലോക്കലൈറ്റ്സൊക്കെ. അങ്ങനെ അവിടെയുള്ള പിജിൻസിനോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ യാത്രയായി.